ദൈവം ആഗ്രഹിക്കുന്നത് നമ്മളിൽ പൂർത്തീകരിക്കപ്പെടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളുടെ മീതെ ദൈവാത്മാവ് ചലിക്കും. ഒരു ബന്ധവും തകരാൻ നമ്മൾ അനുവദിക്കരുത്. ഇനിയിപ്പോൾ ചിലപ്പോൾ നമ്മൾ ചില ബന്ധങ്ങളൊക്കെ പുനഃസ്ഥാപിക്കാൻ നമ്മുടെ ഭാഗത്തുനിന്ന് പരിശ്രമം നടക്കുന്നു, പക്ഷേ അപ്പുറത്തുനിന്ന് ഒരു പരിശ്രമം ഉണ്ടാകണമെന്നില്ല, ഒരു താല്പര്യം ഉണ്ടാകും. നമ്മളെ കണ്ടു ചിലപ്പോൾ മുഖം തിരിച്ച് അങ്ങോട്ട് പോകുമായിരിക്കും, കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ഒരു പരിശ്രമം നടത്തി നമ്മൾ ഹൃദയം കൊണ്ട് ക്ഷമിച്ച് ഇനി ചെയ്യേണ്ട ഒരു കാര്യം ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് എന്നാ പറഞ്ഞ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി. നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, നമ്മുടെ അനുഗ്രഹങ്ങൾ അടഞ്ഞു പോയ വഴികളെല്ലാം അതിലൂടെ തുറക്കപ്പെട്ടു. അതുകൊണ്ട് എവിടെയെങ്കിലും ഏതെങ്കിലും ബന്ധങ്ങൾ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ, ഇത് ദൈവം ആഗ്രഹിക്കുന്ന വിഷയമാണ്. ഈശോ ഈ ലോകത്തിലേക്ക് വന്നതുപോലും ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയായതിനാൽ ഈ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാത്തിടത്ത് ദൈവാനുഗ്രഹം വരില്ല. കാരണം എല്ലാ അനുഗ്രഹങ്ങളുടെയും അടിസ്ഥാനം ബന്ധമാണ്, ദൈവത്തോടുള്ള ബന്ധം. ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.